ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. ഈ ഒരു സംഭവം കണ്ടോ? ഈ ഒരു സംഭവം നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. കാരണം വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അതും നമ്മുടെ ഒരു ചിലവുമില്ല, നമ്മുടെ വീട്ടിലുള്ള സംഭവം വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. നമുക്ക് പോയാലോ? അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. ആദ്യം ഞാനിത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇതിന് ഈ പറയുന്ന ടേസ്റ്റൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന്. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പം നമ്മൾ എന്താ പറയുക, കഴിച്ചുകൊണ്ടേയിരിക്കും, നിർത്താൻ തോന്നത്തില്ല. ഇപ്പം മനസ്സിലായില്ലേ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുപോലെ ഇത് കണ്ടോ, ഇത് പൊട്ടി പോകുന്നത് കണ്ടോ? ഇതിൻ്റെ ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം, ഇത് പൊട്ടാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് വേണ്ടത് 2 വാഴക്കായാണ്. വാഴക്ക എന്ന് പറഞ്ഞാൽ ഏത്തക്കായ ആവാം, അല്ലെങ്കിൽ ചെറുപഴമാവാം, എന്താണോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചയായിരിക്കണം എന്ന് മാത്രം. അത് നമ്മൾ എടുക്കുക. ആ സംഭവം 2 എണ്ണം എടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇവിടെ 2 എണ്ണം ഉണ്ട്. 2 എണ്ണം ഞാൻ എടുത്തു. അതിൻ്റെ ആ തലയും വാലും ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് അതിൻ്റെ ആ പുറംതൊലി ഒന്ന് കറുത്ത് വരുന്ന രീതിയിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളത്തിനകത്തിട്ട്. അപ്പം അധികം വേവണ്ട, ഉള്ളു അങ്ങനെ അധികം ഒന്നും വേവണ്ട, അത് പെട്ടെന്ന് തന്നെ ആയി നമുക്ക് കിട്ടും. ആ തൊലി ഒന്ന് പൊളിയാവുന്ന ഒരു വേവുണ്ടല്ലോ, ആ വേവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് മനസ്സിലാകുന്നത് ഈ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം അത് കറുത്ത് വരും. ആ വെള്ളത്തിൻ്റെ കളറ് മാറി കറുപ്പാവും. എൻ്റെ വെള്ളം ഒരുവിധം കറുപ്പായിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. അപ്പം ഞാനതെടുത്ത് മാറ്റുകയാണ്. അതൊന്ന് ആറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പൊളിക്കുക, അല്ലെങ്കിൽ ആറാതെ പൊളിക്കുക, അതൊക്കെ നിങ്ങളുടെ ഈ ഉചിതം പോലെ ചെയ്യുക. കൈ പൊള്ളാതെ ഒന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചൂടോടുകൂടി തന്നെ കേട്ടോ പൊളിച്ചത്. അപ്പം നമ്മൾ ആ പഴം ഒന്ന് പൊളിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മളതിനെ നമ്മുടെ ഒരു മീഡിയം എന്താ പറയുക വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്യണം. അതിന് മുന്നേ കത്തിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നമ്മൾ കട്ടിംഗ് ബോർഡിലും കൂടി എണ്ണ തടവി കൊടുത്താൽ ആ കറയൊന്നും അവിടെ പറ്റില്ല, കുറച്ച് കറ ഉണ്ടാവും, കാരണം അധികം വെന്തിട്ടില്ലല്ലോ. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് കുറച്ച് വലിപ്പം ഉണ്ട് കേട്ടോ. ഇതിലും കുറച്ച് വലിപ്പം കുറയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും, പെട്ടെന്നാവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഒരു ഗ്ലാസ്സോ അടി പരന്ന ഒരു സംഭവം എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കാം. അപ്പം ഇതിങ്ങനെ ഞാൻ ഫസ്റ്റ് അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞപ്പം നോക്കിയേ, ഇത് പൊട്ടി പോകാൻ തുടങ്ങി. നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല, കാരണം ഇത് ഉള്ളിൽ ശരിക്കും വെന്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടോ ഒടിഞ്ഞ് പൊട്ടിയത് പീസായി പോവാണ്. അപ്പോൾ ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ 2ാമത്തെ വാഴയ്ക്ക ഉണ്ടായിരുന്നു. ആദ്യത്തെ വാഴയ്ക്കാണ് പൊട്ടിപ്പോയത്. ഓക്കെ, 2ാമത്തത് ഞാൻ എടുത്തു. അതുപോലെ തന്നെ ഞാൻ പീസാക്കുന്നുണ്ട്. നിങ്ങളുടേതായ സൗകര്യത്തിനുള്ള വലിപ്പത്തിനാക്കാം. ഒരു മീഡിയം സൈസാക്കി നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് തന്നെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുക. അപ്പം നമ്മുടെ വാഴയ്ക്കയുടെ ഉള്ളും വേവും അതുപോലെ തന്നെ ഇത് പൊട്ടിയും പോകത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എണ്ണ വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ സംഭവം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി, ചെറിയൊരു ചുവപ്പ് കളർ അത്ര ആയാൽ മതി. ഇത് ഫുള്ളായിട്ട് ഗോൾഡൻ കളറായി മാറണ്ട. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാകുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എന്തേരം നമ്മളിതൊന്നെ ഒന്ന് വേവിക്കണം എന്നുള്ളത് കാണിച്ചു തരാം ഞാൻ. അപ്പം എന്താണേലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഏത് പഴം ആയിക്കോട്ടെ, എന്താണേലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണേലും എല്ലാ വീട്ടിലും വാഴയ്ക്ക ഉണ്ടാവുമല്ലോ, ചെറുപഴമാണേലും ഏതാണേലും റോബസ്റ്റ് ആണേലും ഒന്നും ഒരു കുഴപ്പമില്ല. ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അധികം പണിയൊന്നുമില്ല. പിന്നെ ഇത് എണ്ണ കുടിക്കത്തേ ഇല്ല കേട്ടോ. ഈ വാഴയ്ക്ക ഇങ്ങനെ വറക്കുന്ന പച്ച ആയതുകൊണ്ട് തന്നെ ഇത് എണ്ണ അധികം വലിച്ചെടുക്കത്തേ ഇല്ല. അപ്പോൾ ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്. ചെറിയൊരു ചുമന്ന കളർ വന്നിട്ടുണ്ട്. അത്രയും മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഈ പഴത്തിൻ്റെ, അതായത് ഈ കായുടെ ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിനെ ഒന്ന് കോരിയെടുക്കാം. കോരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ആറിക്കാം, മീൻസ് തണുക്കാൻ വേണ്ടി ഒന്ന് വെക്കാം. ഒരു 10 മിനിറ്റ് വെക്കണമെങ്കിൽ വെക്കാം, വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനിവിടെ വെക്കാതെ തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഒരു അടി പരന്ന പാത്രം എടുക്കുക. ഒന്നെങ്കിൽ ഒരു കട്ടോര, ഇത് മീൻസ് ഒരു ബൗൾ എടുക്കുക, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക. എന്താണോ അടി പരന്ന ഒരു പാത്രം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി എത്ര പ്രസ് ചെയ്താലും ഇത് അങ്ങനെ അങ്ങോട്ട് പൊട്ടിപ്പോകത്തില്ല. നമ്മൾ ആദ്യം കണ്ടില്ലേ ഇങ്ങനെ പൊട്ടി പോകുന്നത്, അങ്ങനെ ഒരു അവസ്ഥ ഇതിന് വരത്തേ ഇല്ല. ഇത് കറക്റ്റായിട്ട് നമുക്ക് പ്രസ്സായിട്ട് കിട്ടുകയും ചെയ്യും.
എന്നിട്ട് എന്തേരാണോ നമുക്ക് ചെറിയൊരു പ്രസ് കൊടുത്താൽ മതി കേട്ടോ, ഓവർ ഇതൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ടൊന്നൊന്ന് പരന്ന് കിട്ടണം, അത്രയേ ഉള്ളൂ. എന്നാലേ ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടത്തുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഒന്ന് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ മസാല റെഡിയാക്കുകയാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യം വറുത്തിട്ട് പിന്നെ മസാലയാണെങ്കിലും റെഡിയാക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഉപ്പിടുക, കുറച്ച് മുളക് പൊടി ഇടുക, ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇടുക. ഇനി എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി കൂടത്തിൽ ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് നമ്മുടെ എന്താ പറയുക മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി, അതൊരു കുറച്ച് മതി കേട്ടോ. മുളക് പൊടിയുടെ ഇതിൻ്റെ അത്രയൊന്നും വേണ്ട. പിന്നെ ഞാനിവിടെ എൻ്റെ ഈ ചാറ്റ് മസാല ഉണ്ടായിരുന്നു, ഞാൻ ചാറ്റ് മസാല ഇട്ടു. ചാറ്റ് മസാല തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഇല്ലല്ലോ അതുകൊണ്ട് ഉണ്ടാക്കാതൊന്നും ഇരിക്കേണ്ട, അതിൻ്റെ ഒരു ആവശ്യവും കേട്ടോ. അപ്പം ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. എന്നിട്ട് ബാക്കിയുള്ള മസാലകളിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പ്രസ് ചെയ്ത് പരത്തി വെച്ചിട്ടില്ലേ, അതൊന്നും കൂടി എണ്ണയ്ക്കകത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് പൊരിച്ചെടുക്കുക. അതാണ് അതിൻ്റെ പ്രോസസ്സ്. 2 തവണ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് എടുക്കണം. എണ്ണ കുടിക്കത്തില്ല, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇതൊന്ന് പൊരിച്ചെടുക്കുക. വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല, വേറെ മസാലയ്ക്ക് വേണ്ടി തീ കത്തിക്കുകയൊന്നും വേണ്ട. അപ്പോഴത്തേക്കും നമുക്ക് അത് കണ്ടോ, ചെറിയതായിട്ടൊരു ബോൾ പോലെ, മീൻസ് ചെറുതായിട്ട് അതൊന്ന് പൊങ്ങി ഇങ്ങനെ വരും മൊരിയുമ്പോഴേ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ടില്ലേ, അതിനകത്തോട്ടിട്ട് ഇളക്കിയെടുക്കുക, കഴിക്കുക. അതിനപ്പുറത്തൊരു ടേസ്റ്റ്, എനിക്ക് ആ ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല, സത്യത്തിൽ അതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് താനും. അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. ഇത് മീൻസ് ഷുഗറുകാർക്കൊക്കെ ഈ വാഴയ്ക്ക ആയതുകൊണ്ട് ഇതൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ ഉപ്പ് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ പ്രഷറുകാർക്കും കഴിക്കാം, അതിനും ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടിച്ച് നോക്കുക. നല്ല ഉള്ളൊക്കെ വെന്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു കട്ടൻ ചായയോ ഇല്ലെങ്കിൽ ഒരു പാൽ ചായയുടെ കൂട്ടത്തിലൊക്കെ ഇത് കഴിക്കാനുണ്ടല്ലോ, അടിപൊളിയാണ്. അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. പാത്രം കാലിയാകുന്ന വഴി അറിയാലോ കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്നു പോകണ്ട. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.